ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ്. അത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ അജ്വൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഹാർഡ് ഡോ ആക്കിയിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ മാവിൽ അജ്വൈൻ ഇട്ടാൽ നമുക്ക് നോമ്പ് പറഞ്ഞാൽ പൊരിച്ച കടികളൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അജ്വൈൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ അയമോദകമാണ്. ഞാനിവിടെ ഹാർഡ് ഡോ ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിലൊന്ന് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പാത്രം അടച്ച് ഒന്ന് ചിക്കൻ ഒന്ന് വേവിക്കാം. അതിനുശേഷം പാത്രം തുറന്ന് വെച്ചിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഒന്നുകൊണ്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റണം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചു ഒന്ന് മാറി വരുന്നത് വരെ നമുക്കതിനെ ഒന്ന് വഴറ്റാം. അപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചു ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ട് അത് ഉടച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മാവും നന്നായിട്ട് റെസ്റ്റ് ആയിട്ടുണ്ട്. ഇനി മാവിനെ ഞാൻ 2 ഭാഗമാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 2ആക്കി മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് മൈദമാവ് തൂവിയിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ കനം കുറച്ച് പരത്തിയെടുക്കണം. ഇത് കഴിയുന്നതും റൗണ്ടിൽ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതാ ഞാനിവിടെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പം ട്രയാങ്കിൾ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതാ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ വീതി കൂടിയ ഭാഗത്ത് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മറ്റേ അറ്റത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് ചുറ്റിയെടുക്കണം. ഇനി ഞാനിവിടെ നമ്മൾ സമൂസൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മാവ് കലക്കൂലേ, അതുപോലെ മൈദമാവ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചുറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്രോയിസെൻറ്റിൻ്റെ 2 അറ്റങ്ങളും നമുക്കിതിലൊന്ന് മുക്കിയെടുക്കാം. നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പേടിക്കൊന്നും വേണ്ട, ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. എന്നിട്ട്
രണ്ട് ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആയാലും നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം ഇതേപോലെ നമുക്ക് എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എണ്ണയിലേക്ക് ഇടുമ്പം ക്രോയിസൻറ്റിൻ്റെ രണ്ട് ഭാഗങ്ങളും മൈദമാവിൽ മുക്കാനേ മറക്കരുത്. അപ്പം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ ക്രോയിസൻറ്റ് ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.